അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യരായ സഹോദരന്മാരെ, ഒരു പുതിയ വീഡിയോയുമായി രംഗത്ത് വരുന്നത് എന്നെ കാണുമ്പോഴും കേൾക്കുമ്പോഴും തന്നെ ഏവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഈദുൽ അദ്ഹ സംബന്ധമായും അറഫ ദിന സംബന്ധമായുമുള്ള ചില കാര്യങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദുൽഖഅദ മാസവും അതിനു മുമ്പുള്ള ഷവ്വാൽ മാസവും 29 മനാസിലുകളുള്ള മാസങ്ങളായിരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാരും കാഴ്ചയെ മാത്രം മാനദണ്ഡപ്പെടുത്തുന്നവരൊക്കെ 2 മാസത്തിനും 30 ദിവസം തികയ്ക്കുകയാണ് ചെയ്തത്, 29-ന് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഈ യാഥാർത്ഥ്യം കൃത്യമായി അറിയുന്ന ഒരു കാലഘട്ടത്തിലും നമ്മുടെ പണ്ഡിതന്മാരായ നേതാക്കന്മാരായ മതനേതൃത്വം ഒട്ടും ചിന്തിക്കാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് വളരെ ഖേദകരമായ ഒരവസ്ഥ തന്നെയാണ്. സങ്കടകരമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ കഴിഞ്ഞ ദുൽഖഅദ 29 ശനിയാഴ്ചയായിരുന്നു, അഥവാ മെയ് 16-ാം തീയതി. അന്ന് UTC സമയം 20-ാം മണിക്കൂറിൽ അന്ന് ന്യൂമൂൺ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന പ്രകാരം ലശംസിയം ബഗീലഹ അൻ തുദ്രിഖൽ ഖമറ, ഖമർ സൂര്യനെ മറികടന്നിട്ടുണ്ട്. അത് മാസത്തിലെ അവസാന ദിവസമാണ് കഴിഞ്ഞ ശനിയാഴ്ച. അതോടുകൂടി മാസം മാറുകയാണ്. ഞായറാഴ്ച 1-ാം തീയതി ആകുകയാണ് ചെയ്യുന്നത്. 17/5/26 ഞായറാഴ്ച ദിൽഹിജ്ജ 1 തീർന്നിട്ടുണ്ട്. സംശയമില്ലാത്തൊരു കാര്യമാണത്. ഇത് വളരെ ശാസ്ത്രീയപരമായും ബുദ്ധിപരമായും വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചക ചര്യയുടെയൊക്കെ പിന്തുണയിൽ തന്നെ നമുക്കത് സ്ഥാപിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ദിൽഹിജ്ജ 9 വരേണ്ടത് തിങ്കളാഴ്ചയാണ്, ഈ വരുന്ന തിങ്കളാഴ്ച, അഥവാ 25/5/26-ാം തീയതി. ഈദുൽ അദ്ഹ അതിൻ്റെ പിറ്റേ ദിവസം 26-ാം തീയതി ചൊവ്വാഴ്ചയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൗദി ഗവൺമെൻറ് കാഴ്ചയെയാണ് മാനദണ്ഡപ്പെടുത്തുന്നത്. പ്രാദേശികമായ കാഴ്ചയെ അവർ മാനദണ്ഡമാക്കുന്നു. അതനുസരിച്ച് അവർ എന്ത് ചെയ്തു? 1-ാം തീയതിയായ ദിൽഹിജ്ജ 1-ാം തീയതി സൂര്യാസ്തമന ശേഷം ചന്ദ്രൻ ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടായ ദിവസം കണ്ണ് നിറയെ കണ്ടതിന് ശേഷമാണ് അവർ 1-ാം തീയതി തീരുമാനിച്ചത്. അതനുസരിച്ച് അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 10-ാം തീയതി എന്ന് പറയുന്ന ചൊവ്വാഴ്ച അറഫയും 11-ാം തീയതി ഈദുൽ അദ്ഹയുമായിട്ടാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ കാഴ്ചക്കാരായ ആളുകൾ അത് മാനദണ്ഡമാക്കുകയാണെങ്കിൽ പോലും ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ കേരളത്തിൽ അത്ഭുതം നടന്നിരിക്കുന്നത് 3 ദിവസമായിട്ടാണ് ഈദുൽ അദ്ഹയും അറഫയും നടക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് എന്ന് ഈ മഹാപണ്ഡിതന്മാർ ചിന്തിക്കാത്തതിനെ പറ്റി വളരെയധികം വേദനപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് അന്ധന്മാരായ ആളുകളും അല്ലാത്ത കാഴ്ചക്കാരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വ്യത്യാസവും കൂടി നമ്മുടെ ആളുകളിൽ കാണാഞ്ഞാൽ വലിയ സങ്കടമാണ് കാണുന്നത്. 17-ാം തീയതി കണ്ണ് നിറയെ കണ്ടു, കാരണം അന്ന് 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ 29 ശനി അവർക്ക് 29 ആയിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ചക്രവാളത്തിൽ സൂര്യന് മുമ്പ് അസ്തമിച്ചു. അതുകൊണ്ട് അവർ 30 തികച്ചിട്ടാണ് അവർ പ്രത്യേക ദിവസം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ മഹാത്ഭുതം നടന്നു. കാഴ്ചകൾക്ക് ചന്ദ്രക്കല കണ്ണ് നിറയെ കണ്ട് വളരെ വാശിയോടുകൂടിയാണ് തീരുമാനമെടുത്തത്. അവർ പെട്ടെന്ന് തീരുമാനിക്കാനും ധൃതിപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ചയെ മാനദണ്ഡപ്പെടുത്തിയ കാലഘട്ടത്തിലായിരുന്നു. അന്ന് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാഴ്ചയല്ലാതെ മാനദണ്ഡപ്പെടുത്താൻ പറ്റില്ല. അവർ മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തിയിട്ട് ആ യാത്രാ മധ്യത്തിലാണ് മാസം മാറിയത്. ആ മാസം മാറിയത് അവർ കണ്ട യാതൊരു ചരിത്രവും രേഖാപരമായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്തു, 7 ദിവസം വെയിറ്റ് ചെയ്തു. 7-ാമത്തെ ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നുണ്ട്, അസ്തമിക്കുന്ന സമയത്ത് ഞങ്ങൾ അർദ്ധചന്ദ്രനെ കണ്ടുവല്ലോ എന്ന്. അപ്പോഴാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചോളൂ എന്ന് പറയുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പല ഭാഗത്തു നിന്നുള്ള ഹാജിമാർ എത്തിപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ നാടുകളിലെല്ലാം മാസനിർണയം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് 4-ാം തീയതി 5-ാം തീയതിയൊക്കെയാണ് അറഫയും അതുപോലെ ദിൽഹിജ്ജയും ഈദുൽ അദ്ഹയും തീരുമാനിച്ചിരുന്നത്, അഥവാ ഹജ്ജ് തീരുമാനിച്ചിരുന്നത്.
എന്തുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക് അത് ചെയ്തുകൂടെ? എന്നാൽ കാഴ്ചയെ മറന്നപ്പെടുത്തുന്നവർക്ക്. സൗദി അറേബ്യ പ്രഖ്യാപിച്ചത് പിന്നീടാണ്. അതിൽ അതിനു മുമ്പ് തന്നെ ഇവിടെയുള്ളവർ ധൃതി കൂട്ടി അത് പ്രഖ്യാപനം നടത്തി. എപ്പോഴത്തേക്ക്? ബുധനും വ്യാഴവും. എന്തൊരു അത്ഭുതമാണിത്! സൗദി അറേബ്യയിലാണ് അറഫ. അവർ അറഫ തീരുമാനിച്ചു ആ ദിവസത്തിലേക്കെങ്കിലും നിങ്ങൾക്കാക്കി. നിങ്ങൾ അത്രയും സമാധാനമായിരുന്നുവല്ലോ. ഹറാമായ ദിവസത്തിലേക്ക് ജനങ്ങളെ കൊണ്ട് കരുതിക്കുട്ടി നിങ്ങൾ നോമ്പെടുപ്പിക്കല്ലേ ചെയ്യുന്നത്. ആ 2-ാം തീയതിയായ, അഥവാ ദിൽഹിജ്ജ് 2-ാം തീയതിയായ 18-ാം തീയതി 82 മിനിറ്റ് ഉണ്ടായിരുന്നു ചന്ദ്രൻ, തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ചയാണ് അത്ര അവർ കണ്ടത്. എന്നിട്ട് പിറ്റേ ദിവസം ഒന്നാക്കാണ് 34 മിനിറ്റ് ഉണ്ടായിട്ടും 29 അഥവാ കഴിഞ്ഞ ശനിയാഴ്ച 34 മിനിറ്റ് ഉണ്ടായിട്ടും കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ 17 ഞായറും കണ്ടില്ല. കാർമേഘം, കാലാവസ്ഥ, ഇതൊക്കെ എങ്ങനെ ഒരു ദിവസത്തെ തന്നെ അട്ടിമറിക്കുക? ഒരു ദിനത്തിന് ഒരു തീയതി, ഒരു തീയതിക്കൊരു ദിവസം എന്ന് പറയുന്ന പ്രാഥമികമായ തത്വം പോലും പരിഗണിക്കാതെയാണല്ലോ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ മുന്നോട്ട് പോകുന്നത്. ഇതെങ്ങനെ പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റും? 11-ാം തീയതി ബുധനാഴ്ച തീയതി അവർ 9-ാം തീയതിയാക്കി മാറ്റി. 12-ാം തീയതി വ്യാഴം 10ആക്കി മാറ്റി. ലോകത്ത് എവിടെ കണ്ടാലും ഇജ്മാഇനെ തള്ളി. ലോകത്ത് എവിടെ കണ്ടാലും അത് എല്ലാവരുടെയും കാഴ്ചയാണ് എന്ന് ഇവിടെയുള്ള നവാത്താന പ്രസ്ഥാനക്കാർ ആണയിട്ട് പറയുന്നുണ്ട്. ഇതാ സബത്ത റുയത്തിൽ ഇലാലിപ്പി കുത്തുരുമിൽ അഖ്താറി എന്ന് പറയുന്ന ഉദ്ധരണി ഇജ്മാഉണ്ട് എന്നാണ് ഫുഖാഹക്കൾ പറയുന്നത്. ആ ഇജ്മാഇനെയും തള്ളി. ഖുർആൻ പറയുന്നത് എന്താ? ലശംസിയും ബഗീല തുദിരിക്കൽ കമറാന. കമർ സൂര്യനെ മറികടക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടയാളം. ആ സൂര്യൻ മറികടന്നതും അവർ പരിഗണിച്ചില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ യാസീനിലെ വശംസുകൾ കമർ ബി ഹസ്ബാൻ എന്നുള്ള ആയത്തിനെയും അവർ പരിഗണിക്കുന്നില്ല. പ്രവാചകൻ്റെ ചര്യകളെയും പരിഗണിക്കുന്നില്ല. എന്നിട്ട് അവർ ഒരു കാഴ്ചയെ മാത്രം മാനദണ്ഡപ്പെടുത്തിയിട്ട് കണ്ടാൽ മാത്രം തീരുമാനിക്കുക എന്നതാണ്. കണ്ടില്ലെങ്കിലോ തീരുമാനം ഉണ്ടാവില്ലേ? 1-ാം തീയതി ഉണ്ടാകണമെങ്കിൽ തലേന്നാണ് അതിൻ്റെ ചന്ദ്രക്കല കാണുക. ഹറാമുകളുടെ ഘോഷയാത്രയാണ് ഇത് മുഖേന സംഭവിക്കുന്നത്. 25-ാം തീയതി അതാ ദുൽഹിജ്ജ 9 അറഫ നോമ്പിന് പകരം 10, 11, 12, 13 ദിവസങ്ങളിലെ അയ്യാമുത്ത ശരീക്കിന് പകരം ഒക്കെ തീയതി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോമ്പ് ഹറാമായ ദിവസത്തിലേക്ക് നോമ്പ് വെച്ചിരിക്കുന്നു. അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങളിൽ നോമ്പ് ഹറാമാണ്. 10, 11, 12, 13 തീയതികൾ നോമ്പ് ഹറാമാണ്. ബലികർമ്മം നിർബന്ധമായി നടത്തേണ്ട സന്ദർഭങ്ങളാണത്. ചില ആളുകൾ ബലികർമ്മത്തെ 14-ാം തീയതിക്ക് ശനിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കണം. ഉളുഹിയത്തിന് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഉളുഹിയത്ത് നടത്തിയാൽ ഉളുഹിയത്തിൻ്റെ മാംസമാകില്ല അത്. ആ 14-ാം തീയതി ദാനം ചെയ്യുന്ന പിന്നെ അത് വെറും ഇറച്ചി വിതരണം മാത്രമാണ്. ഉളുഹിയത്തിൻ്റെ പ്രതിഫലം അതൊന്നും കിട്ടില്ല. അങ്ങനെയല്ലേ ഫുഖാഹകളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അയ്യാമുത്ത ശരീഅത്തിൻ്റെ 26, 27, 28, 29 തീയതികളായ അഥവാ ദിൽഹിജ്ജ് 10, 11, 12, 13 തീയതികളിലാണ് അയ്യാമുത്ത ശരീഅത്ത്. ആ അയ്യാമുത്ത ശരീഅത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് പാടുണ്ടോ? അറഫയിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും കാരണത്താൽ നോമ്പ് നിർബന്ധം ആണെങ്കിൽ അവരുള്ള ആർക്കും അന്ന് നോമ്പ് പറ്റില്ല. നോമ്പ് നോൽക്കേണ്ട ദിവസം 9-ാം തീയതി അതാ ദിൽഹിജ്ജ് 9 അഥവാ 25-ാം തീയതി തിങ്കളാഴ്ച. അതിന് പകരം എന്താണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്? ഖുർആൻ പറയുന്ന ഒരു വചനം എനിക്ക് ഓർമ്മ വരികയാണ്. വഇൻ കദബൂക ഫഖുൽ ലി അമലി വലക്കും അമലുക്കും അൻതും ബരീഊന മിമ്മാ അഅമലു വഅന ബരീഉ മിമ്മാ തഅമലൂൻ. സത്യനിഷേധികളായ ആളുകളുടെ മുഖത്ത് നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ, വഇൻ കദബൂക താങ്കളെ അവർ കളവാക്കുകയാണെങ്കിൽ, ഫഖുൽ അവരോട് പറയേണ്ടത് ലീ അമലി എൻ്റെ പണി എനിക്ക്, ഞാൻ എൻ്റെ പണിയെടുക്കും, വലക്കും അമലുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പണിയാണല്ലോ, അന്തും ബരീഊന മിമ്മാ അമൽ ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾ ഉത്തരവാദികളല്ല, വാന ബരീ മിമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ ഉത്തരവാദികളല്ല. ഇതേ എനിക്കും ഈ സമുദായത്തോട് പറയാനുള്ളൂ. ലോകത്തോടുള്ള സന്ദേശമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തോടുള്ള സന്ദേശം. സൗദി അറേബ്യ അടക്കം തീയതിയെ തെറ്റിവരുത്തി. അവർ അറഫ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇതിനു മുമ്പും അനുഭവിച്ചിട്ടുണ്ട്. ഹിജ്റ കമ്മിറ്റി ഇന്ത്യക്കാർ ഏറ്റവും അധികം വിഷമിക്കുന്നതും ഈ രംഗത്തിലാണ്. കാരണം സൗദി അറേബ്യ പോലും തീയതി തെറ്റിക്കുന്നു. കണക്കിനെ അവർ അവലംബിക്കുന്നില്ല. അവർ അവരുടെ പ്രാദേശിക കണക്കിനെയാണ് എടുക്കുന്നത്. പ്രാദേശിക കണക്കിന് എടുത്തു കഴിഞ്ഞാൽ തീയതികൾ മാറും. ഒരു തീയതിക്കൊരു ദിവസമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് അള്ളാഹുവിൻ്റെ കിതാബിലെ നിയമമാണ്. പരിഗണിക്കായ്മയാണതെല്ലാം. അള്ളാഹുവിൻ്റെ ലശംസിയും ബഖീല തുദിരിക്കൽ കമറ എന്ന ആയത്തിനെ പരിഗണിച്ചില്ല. വശംസി വൽ ഖമരി ഇദാ തലാ സൂര്യൻ ഉദിക്കുകയും ചന്ദ്രൻ പിന്നിലാവുകയും ചെയ്യുന്ന പ്രതിഭാസത്തെ പരിഗണിച്ചില്ല അവർ. വൽ ഖമർ ഖദ്ദർനാ മനാസില ഹത്താ ആദ കൽ ഉർജുൽ ഖദീം എന്ന് പറയുന്ന ഉർജുൽ ഖദീമിനെ കുറിച്ച് അവർ യാതൊരു പരിഗണനയും എടുത്തില്ല. ലാസ്റ്റ് മൻസിൽ കഴിഞ്ഞ 16-ാം തീയതി ശനിയാഴ്ചയായിരുന്നു ചന്ദ്രൻ്റെ. ദിൽഖഅദ മാസത്തിലെ ലാസ്റ്റ് മൻസിൽ
കഴിഞ്ഞ ശനിയാഴ്ച 16-ാം തീയതി ആയിരുന്നു. അന്നാണ് ഉർജുൽ ഖദീം. മനസ്സിലായില്ലേ? ആ ഉർജുൽ ഖദീം പിന്നെ നടന്നത് വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ മുമ്പുള്ള ശനിയാഴ്ചയാണ് അവസാന ദിവസം. പിന്നെ ഉർജുൽ ഖദീം നടന്നത് വെള്ളിയാഴ്ചയാണ്. ആ ഉർജുൽ ഖദീം നോക്കിക്കൂടെ? ഉർജുൽ ഖദീം പറഞ്ഞാൽ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യാസ്തമനത്തിൻ്റെ തൊട്ട് മുമ്പ് നിൽക്കുന്ന ചന്ദ്രക്കല. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉണ്ടായി. അന്നാണ് ഒരു മാസത്തിൽ അവസാനമായി കാണുന്ന ചന്ദ്രക്കല. പിന്നെ ചന്ദ്രക്കല കാണണമെങ്കിൽ 1-ാം തീയതി, അടുത്ത മാസത്തിൽ 1-ാം തീയതി സന്ധ്യയ്ക്ക് കാണുകയുള്ളൂ സാധനത്തിനെ. അതുവരെ ഭൂലോകത്തിൽ നിന്ന് അത് അകന്നു നിൽക്കും. അതാണ് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മഹൗന ആയത്തൽ ലൈലി, രാത്രിയുടെ അടയാളത്തെ നാം മാറ്റി തേച്ച് കളയുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചന്ദ്രക്കലക്ക്. ആയത്തുൽ ലൈല് കമറാണ് എന്ന് എല്ലാ മുഫസ്സിറുകളും വിശദീകരിച്ചതല്ലേ. വജഅൽനാ ആയത്തന്നാഹാരി മുബ്സിറത്തൻ, കാണാൻ പറ്റാകുന്ന പകലുണ്ടല്ലോ, കണ്ണും കാഴ്ചയും പോലത്തെ മനുഷ്യൻ്റെ ഉപജീവനത്തിൻ്റെ സന്ദർഭം, അത് സൂര്യനാണെന്നും കൃത്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഫാലിഖുൽ ഇസ്ബാഹി വജഅല ശംസ വൽ ഖമറ ഹുസ്ബാന എന്നൊക്കെ പറഞ്ഞ അള്ളാഹുവിൻ്റെ എത്ര വചനങ്ങളെയാണ് ഇവർ യഥാർത്ഥത്തിൽ ചവിട്ടി മെതിച്ച് യാതൊരു പരിഗണനയും കൽപ്പിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദവും സങ്കടമുണ്ട്. ഈ പണ്ഡിതന്മാരതൊക്കെ പഠിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. സങ്കടകരമായ വസ്തു അതല്ല, ഇത് ചർച്ചയ്ക്കെടുക്കുന്നില്ല പണ്ഡിതന്മാർ. അവരിത് ഗൗരവത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നില്ല, വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു പോകുന്നേയില്ല. അതാണ് ഏറ്റവും അധികം സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. ഇപ്പോൾ ഈ 1447 ഹിജ്റ അറഫ ദിൽഹിജ്ജ് 9-ാം തീയതിയാണ് നടത്തേണ്ടത്. അത് ഈ തിങ്കളാഴ്ച 25-ാം തീയതി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അന്നാണ് അറഫയിൽ ജനങ്ങൾ കൂടേണ്ടത്. ചൊവ്വാഴ്ച ഈദുൽ അദ്ഹയാണ് 26-ാം തീയതി. അതാണ് ഭൂമിയിൽ അല്ലാഹു തആല ചന്ദ്രനെ കൊണ്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് ചന്ദ്രക്കല സൂര്യാസ്തമന സമയത്ത് അർദ്ധചന്ദ്രൻ തലക്ക് മുകളിൽ കാണാം. റസൂൽ അത് കണ്ടിട്ടാണ് പിറ്റേ ദിവസം എന്ത് ചെയ്ത് മിനായിലേക്ക് പോകാൻ ജനങ്ങളോട് പറഞ്ഞത്, പിന്നെ ഇഹ്റാം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇന്ന് നിങ്ങൾ നോക്കൂ, ആകാശത്ത് സൂര്യാസ്തമന സമയത്ത് അർദ്ധചന്ദ്രനെ കാണാം. നിങ്ങൾ പറയുന്നത് ഒരു ദിവസത്തെ മാത്രം കാഴ്ചയല്ല, ചന്ദ്രനെ അഹില്ലത്തിനെ കാണണം. ഖുർആൻ പറഞ്ഞ അങ്ങനെ യസ്അലൂനക അഹില്ല, അഹില്ല കാണണമെന്നാണ്, ഹിലാലിനെ അല്ല. ഹിലാൽ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആൻ അതിൻ്റെ ബഹുവചനെ പ്രയോഗിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് അറബികൾ കണ്ടത്, അതാണ് അറബികൾ ചോദിച്ചത് റസൂലിനോട്. അതിനാണ് അല്ലാഹു തആല പറഞ്ഞത് കുല്ലിഹ മവാഖിത ലിന്നാസ്, ജനങ്ങൾക്ക് കാലഗണനാ മാനദണ്ഡം ആ ചന്ദ്രക്കലകളാണുള്ളത്. അപ്പം ചന്ദ്രക്കലകൾ നിങ്ങൾ നോക്കൂ, ഇന്ന് 7 എന്ന് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചം വിളിച്ചോതുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേമാതിരി പ്രപഞ്ചം വിളിച്ചോതിയ ദിവസത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച നാളെ നിങ്ങൾ ഇഹ്റാം ചെയ്തോളുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ മിനായിലേക്ക് പോയി ഇഹ്റാം ചെയ്യേണ്ട ദിവസം നാളെയാണ്. ആ സമയത്ത് തിങ്കളാഴ്ച പോയാൽ പറ്റില്ല. സൗദി അറേബ്യ അത് തെറ്റിയിരിക്കുന്നു. ഒരിക്കലും ഇത് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്. മാസം തീരുമാനിക്കാൻ തിരക്ക് കൂട്ടുന്നത് എന്തിനാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം തീയതിയല്ലേ തീരുമാനിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 4-5 ദിവസങ്ങൾക്ക് ശേഷമല്ലേ തീരുമാനിച്ചിരുന്നത്. അതേപോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് ബുധനാഴ്ചത്തേക്കും വ്യാഴാഴ്ചത്തേക്കും. എന്തൊരു അക്രമമാണ് ഈ സമുദായത്തോട് ചെയ്യുന്നത്. കരുതിക്കൂട്ടി ചെയ്യുന്നത് പോലെയാണ്, ആരോടോ ഉള്ള വാശി തീർക്കുന്നത് പോലെ. ഹിജ്റ കമ്മിറ്റിക്കാർ ഈ കാര്യം യാഥാർത്ഥ്യത്തോടുകൂടി ആദ്യം പറഞ്ഞു പോയതിലുള്ള ഈഗോയാണോ നിങ്ങൾ നയിക്കുന്നത് എന്ന് നവോത്ഥാന പ്രസ്ഥാനക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ സമസ്ത വിഭാഗം ആളുകൾ ഫിഖിന്റെ കിതാബിൽ കിടന്ന് ചക്രം കറങ്ങുമെന്നുള്ളത് നമുക്കറിയാം. നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കേണ്ട നവോത്ഥാനത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ സംഗതി. ഇത് ഈ കാലഘട്ടത്തിൽ നവോത്ഥാനത്തിൽ പെട്ടത് തന്നെയാണ്. അത് അവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവർ ലോകത്തോട് പ്രഖ്യാപിക്കണ്ടേ കൃത്യമായ ചന്ദ്രക്കലകൾ എങ്ങനെയാണ് അതിൻ്റെ സഞ്ചാരം, അതിൻ്റെ മനാസിൽ എങ്ങനെ, അതിൻ്റെ അഹില്ലകൾ എങ്ങനെ. അത് ഒരു തീയതിക്കൊരു ദിവസം ലോകത്തുണ്ടാവുള്ളൂ. 24 മണിക്കൂർ കൊണ്ട് ഒരു ദിവസമാണ് ഉണ്ടായിത്തീരുന്നത്. ഇന്നിപ്പോൾ തീയതി എത്രയാ? 23-ാം തീയതി. ഏതാ ദിവസം? ശനിയാഴ്ച. ലോകം മുഴുവൻ 23-ാം തീയതി ശനിയാഴ്ച അല്ലേ? ഇന്ന് 7-ാം തീയതിയാണ് ദുൽഹിജ്ജ. ലോകം മുഴുവൻ ദുൽഹിജ്ജ ഈ ശനിയാഴ്ച തന്നെയാണ് വരേണ്ടത്, 7-ാം തീയതി. നാളെ 8-ാം തീയതി, മറ്റന്ന് അറഫയിലേക്ക് പോകേണ്ട ദിവസം. എന്തൊരു സങ്കടകരമായ അവസ്ഥയിലേക്കാണ് ഈ സമുദായത്തെ ഇവർ കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞുകൂടാ. ഇനിയും ഇതിനെപ്പറ്റി മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ഈ പണ്ഡിതന്മാർ വഷളാക്കപ്പെടും. ചരിത്രകാരന്മാരും നമ്മളെ വഷളന്മാരായി എഴുതും വരുന്ന തലമുറ. അതുകൊണ്ട് എനിക്ക് സങ്കടകരമായിട്ടാണ് ഈ സംഗതി ഇപ്രാവശ്യം പറയാനുള്ളത്. ഇത്രമാത്രം
ഒരു തരത്തിലുള്ള ഒരു അവിഹിത ബന്ധം പോലെയാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യം കൃത്യമായി നോക്ക് നിങ്ങൾ. ഇവിടെ നവോത്ഥാന പ്രസ്ഥാനക്കാർ ഇറക്കുന്ന കലണ്ടറുകളിലൊക്കെ കാണിച്ചിരിക്കുന്നത് അറഫയും ഇതൊക്കെ എപ്പോഴാണ്? ചൊവ്വയും ബുധനുമായിട്ടാണ്. അതെങ്ങനെ ബുധനും വ്യാഴമായി മാറ്റി നിങ്ങൾ? പിന്നെ എന്താ ഈ കലണ്ടറിൻ്റെ അവസ്ഥ? കലണ്ടർ ഇല്ലേ? അള്ളാഹുവിൻ്റെ കിതാബിൽ സമ്പൂർണ്ണ മതത്തിൽ കലണ്ടർ പെടുകയില്ലേ? ഇല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? പറയാൻ കഴിയുമോ? റബ്ബിൻ്റെ വളരെ വ്യക്തമായ കാലഗണനക്ക് മാനദണ്ഡമാക്കിയ അഹില്ലയും മനാസിലും അതുപോലെ അതിൻ്റെ കണക്കുകളും പ്രപഞ്ചത്തിലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ അതിൻ്റെ സഞ്ചാരഗതികളെക്കുറിച്ചുള്ള പ്രയോഗങ്ങളൊക്കെ ഖുർആൻ എത്ര മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആനിലേക്ക് ഇവർ മടങ്ങുക തന്നെ വേണം. ഖുർആനും സുന്നത്തും എന്ന് അനേകം തവണ പറഞ്ഞാൽ പോരാ, അതനുസരിച്ച് ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും കൊണ്ടുവരികയും വേണം. അപ്പോഴേ അള്ളാഹു അത് തൃപ്തിപ്പെട്ട മതമായി അംഗീകരിക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് മതമാണെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. സൗദി അറേബ്യ കണ്ണിലും കാഴ്ചയിലും മനസ്സിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ കൺമുമ്പിൽ. അവിടെ അറഫയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിവസമെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസത്തെ വ്യത്യാസത്തിലെങ്കിലും തീരുമാനിച്ചെങ്കിൽ ഇത്ര സങ്കടം ഉണ്ടാവില്ല. എന്നിട്ട് അതെന്ത് ചെയ്തു? അവർ മാറ്റി മറിച്ച് കളഞ്ഞു. ഇത് ഹിജ്റ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഒരു വക്താവിൻ്റെ നിലക്ക് ശക്തമായി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളിത് പഠിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. ഇത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. ഇത് പറയുന്നവരെ പേച്ചവനായും എന്തോ ഒരു മഹാ കുടുംബാമ ചെയ്തവരെ പോലെ കാണുകയും അകറ്റി നിർത്തുകയും യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ അന്ധമായ അനുകരണം തുടരുകയാണ് ചെയ്യുന്നത്. അന്ധമായ അനുകരണം കുഫ്റാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഈ ലോകരെ പഠിപ്പിച്ചത്. നവോത്ഥാന പ്രസ്ഥാനത്തെ ഞാൻ ഊന്നി പറയാൻ കാരണം അവരാണ് ഇവിടെ യഥാർത്ഥ ദീനിനെ ഇവിടെ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയ ബുദ്ധിയോടുകൂടി, അങ്ങേയറ്റത്തെ ചിന്തയോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി, അള്ളാഹുവിൻ്റെ വചനങ്ങൾ മുമ്പിൽ വെച്ച്, പ്രവാചകന്റെ ചര്യ മുമ്പിൽ വെച്ച്, ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ റിപ്പോർട്ടുകൾ കണക്കാക്കിക്കൊണ്ട് ജനങ്ങളെ നയിക്കുന്നത് അവരാണ്. അതുകൊണ്ട് അവരോട് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്, ഇത് നിങ്ങൾ ദയവീത് ആവർത്തിക്കരുത്. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. 10-ാം തീയതി നോമ്പ് വെക്കുന്ന ഹറാമായ നോമ്പാണ്. 11-ാം തീയതി നോമ്പ് വെച്ചില്ല, ഹറാമായ നോമ്പാണ്. 12-ാം തീയതി ഹറാമായ. ആകെ 5 ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് ഹറാമാക്കിയത്. ഒന്ന് ഈദുൽ ഫിത്ർ ദിവസം, ഈദുൽ അദ്ഹ ദിവസം, അയ്യാമുത്ത ശരിക്കിന് 3 ദിവസം. ഈ 5 ദിവസം ഹറാമാണ്. ആ ഹറാമായ ദിവസങ്ങളിലേക്കാണ് നിങ്ങൾ ഇബാദത്ത് കൊണ്ടുപോയിട്ടുള്ളത്. നോമ്പ് നോക്കൽ സുന്നത്തേ ഉള്ളൂ. പക്ഷേ ഈ സുന്നത്ത് നോമ്പ് തെറ്റായ ദിവസം നോറ്റാലോ? അതുകൊണ്ട് എനിക്ക് എല്ലാ നവോത്ഥാന പ്രസ്ഥാനക്കാരോടും സമസ്ത മുസ്ലിം ലോകത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ തെറ്റ് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളിത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. ഇത് നമ്മളുടെ ഈദ്ഗാഹുകളെല്ലാം നടത്തുന്നുണ്ട്. ഫറൂഖ് കേന്ദ്രീകരിച്ചുകൊണ്ട് കരുവന്തിരുത്തിയിലെ ഡ്രീം അവന്യൂ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈദ്ഗാഹ് നടത്തപ്പെടുന്നുണ്ട്. കോഴിക്കോട് സ്നേഹാഞ്ജലിയുണ്ട്. കേരളത്തിൽ പല ഭാഗത്തും ഹിജ്റ കമ്മിറ്റി ഇന്ത്യക്കാർ ഈദ്ഗാഹ് 10-ാം തീയതി എന്ന് പറയുന്നത് ദുൽഹിജ്ജ 10-ാം തീയതി അഥവാ 26-ാം തീയതി ചൊവ്വാഴ്ച നടത്തുന്നുണ്ട്. അതിലേക്ക് ജനങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ 9-ാം തീയതി തന്നെ അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഈ കാര്യം വീണ്ടും വീണ്ടും നിങ്ങളെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സൽബുദ്ധിയും വിവേകവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.